നമസ്കാരം. ഞാനിന്നിവിടെ പ്രവചിക്കാൻ പോകുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഈ കുംഭമാസത്തിലെയുള്ള ജ്യോതിഷ ഫലങ്ങളാണ്. 13/2/2025 മുതൽ 14/3/2025 വരെയുള്ള ഒരു മാസത്തെ കാലയളവിലെ പ്രവചനങ്ങളാണ്. ഇൻകം ടാക്സ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മെച്ചമുള്ള ഒരു സമയമാണ്. ഖനന മേഖലയിലുള്ളവർക്ക് ഗുണം. ഗവേഷണം ഏത് മേഖലയിലായാലും ജോലി നോക്കുന്നവർക്ക് വളരെ ഗുണമുള്ള ആദായകരമായ ഒരു സമയമാണ്. പുരാവസ്തു കളക്ഷൻ കയ്യിലുള്ളവർക്ക്, ആ ശേഖരം കയ്യിലുള്ളവർക്ക് ധാരാളം മെച്ചങ്ങൾ ലഭിക്കാം. കൂടാതെ ധനലാഭം ഉണ്ടാകാം. ഹോമിയോപ്പതി മരുന്ന് നിർമ്മാതാക്കൾക്ക്, മരുന്ന് വിൽക്കുന്നവർക്കും ഡോക്ടർമാർക്കൊക്കെ വളരെ ഗുണമുള്ള സമയമാണ്. എഞ്ചിനീയറായി ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ധനലാഭം പ്രതീക്ഷിക്കാം. ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ജോലി നോക്കുന്നവർക്ക് വളരെ ഗുണകരമായ ഒരു സമയമാണ്. മെച്ചപ്പെട്ട സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാം. വിദേശത്തായിരുന്നാലും ജോലിക്ക് കൂടുതൽ സാധ്യത കാണുന്നുണ്ട്. നീതിന്യായം വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷനും ഇഷ്ടസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. രാഷ്ട്രീയം തൊഴിലാക്കിയവർക്കും മേൽത്തട്ടിലേക്കുള്ള പ്രമോഷൻ കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നു. കപ്പൽ വഴിയുള്ളതോ ആകാശം വഴിയുള്ളതോ അല്ലെങ്കിൽ റെയിൽവേ വഴിയുള്ളതുമായിട്ടുള്ള ആ ഗതാഗതങ്ങൾ വഴി ചരക്ക് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഗുണപ്പെട്ടൊരു സമയമാണിത്. കയറ്റുമതിക്കാർക്ക് കൂടുതൽ ലാഭം കിട്ടുന്നൊരു സമയമാണ്. നാട്ടുവൈദ്യം ചികിത്സിക്കുന്നവർക്കും ഏറെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് കാണുന്നത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പല അവസരങ്ങളും നിങ്ങളെ തേടി വരാം. മദ്യവ്യാപാരം നടത്തുന്നവർക്കും അതിൻ്റെ സാമ്പത്തിക ഗുണങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്നു. അവർക്ക് പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നതിനുള്ള സാധ്യത കാണുന്നു. കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ജോലി എടുക്കുന്നവർക്കും ഏറെ ഗുണങ്ങൾ ആ തൊഴിലാളികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്നവർക്ക് ഗുണം ലഭിക്കുന്നു. ഫോറസ്റ്റ് കാത്തുസൂക്ഷിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും ഏറെ ഗുണകരമാണ്. വിഗ്രഹം അല്ലെങ്കിൽ ശില നിർമ്മിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ വർക്ക് പ്രതീക്ഷിക്കാം. അതുമൂലം സാമ്പത്തിക ലാഭവും ലഭിക്കാം. മത്സ്യവ്യാപാരം നടത്തുന്നവർക്കും മത്സ്യം പിടിക്കുന്നവർക്കും സാമ്പത്തിക മെച്ചങ്ങൾ ഏറെ ലഭിക്കുന്നതാണ്. വെള്ളി ലോഹം വ്യാപാരം നടത്തുന്നവർക്കും ഗുണം ഏറെ ലഭിക്കാം. ഇനി ഞാൻ പ്രവചിക്കുന്നത് മോശഫലങ്ങളെയാണ്. ചില ഉത്രാടം നക്ഷത്രത്തിന് ഉള്ള ദോഷങ്ങളാണ് ഞാൻ പറയുന്നത്. സൽക്കർമ്മങ്ങൾക്ക് ഗുണഫലം ലഭിക്കാതിരിക്കുക. ഏതു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും തടസ്സം വരിക. കണ്ണിനും ഉദരത്തിനും രോഗം വരിക. നാൽക്കാലികളെ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണം ലഭിക്കുന്നില്ല എന്ന് ആണ് ഈ മാസം കാണുന്നത്. മൃഗങ്ങൾക്ക് രോഗം വരുന്നതിനും പാൽ കുറയുന്നതിനുള്ള സാധ്യത കാണുന്നു. വീട്, കടമുറികൾ, ഷോപ്പിംഗ് സെൻറ്ററുകൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നവർക്ക് ഈ മാസം മുതൽ വാടക കിട്ടാൻ കുറച്ച് വൈകും എന്നാണ് കാണുന്നത്. പലയിടത്തും പരാജയം വരാനുള്ള സാധ്യത കാണുന്നു. ധനനാശം കാണുന്നു. ശരീരത്തിന് ശക്തിക്കുറവ് വന്നേക്കാം. മേലധികാരികളിൽ നിന്നും ഭയപ്പെടുന്ന പ്രവൃത്തികളോ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള നോട്ടീസോ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ശ്രീ ധന്വന്തരി ഭഗവാനെ പൂജിക്കുക. ധന്വന്തരി ഹോമം നല്ലതാകുന്നു. രോഗങ്ങളെ ഇല്ലാതെ ഭഗവാൻ കാത്തുകൊള്ളുന്നു. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ രത്നം ധരിക്കുന്നതിനോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ ഉള്ള സംശയങ്ങൾ മാറുന്നതിന് നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിലോ വാട്സപ്പിലോ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായിട്ടും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.